Stone, pepper, scissors. Stone, pepper, scissors. അമ്മാമ ഇതെന്താ ശബ്ദം? അതെ, തച്ചൻകോഴിയുടെ ശബ്ദം മോളെ. എന്തോ നീ തച്ചൻകോഴി? അതെ, പിശാചുകളുടെ ശാപം കിട്ടിയ ഒരു മരം വെട്ടുകാരന്റെ കഥയാ. അതെന്നാ പിന്നെ ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരൂ. പറഞ്ഞു തരാലോ, അമ്മാമ്മ പറഞ്ഞു തരാം. പിശാചുകളുടെ ശാപം കിട്ടിയ ഒരു തച്ചന്റെ കഥ അമ്മാമ്മ പറഞ്ഞു തരാം. ഇതൊരു തച്ചന്റെ കഥയാ. കോടാലി എടുക്കാൻ മറന്ന നമ്മുടെ തച്ചന്റെ കഥ. മരം വെട്ടുകാരനായ നമ്മുടെ തച്ചൻ മറന്നു വച്ച കോടാലി എടുക്കാൻ വന്നപ്പോഴാണ് സംഭവം. അപ്പോഴാണ് നമ്മുടെ തച്ചൻ ആ കാഴ്ച കണ്ടത്. ശവപ്പറമ്പില് പിശാചുക്കളിരുന്ന് ഒരു മനുഷ്യന്റെ മാംസം ഭക്ഷിക്കണു. തച്ചൻ ആകെ പേടിച്ചു കുറച്ചു. ഇങ്ങനെ ഒരു കാഴ്ച തച്ചന്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാ. പിശാചുക്കൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം ഒരു ശവത്തിന്റെ മാംസം പങ്കിടാൻ അവർ തുടങ്ങി. അപ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. പിശാചുക്കൾ മാംസം പങ്കിട്ടപ്പോൾ ഒരു പങ്ക് ബാക്കിയുള്ളൂ. അപ്പൊ പിശാചിന് മനസ്സിലായി ഇതാരോ കാണുന്നുണ്ടെന്ന്. പിശാച് ഉടനെ എഴുന്നേറ്റ് ഒന്ന് നോക്കി. പിശാചുക്കൾ പാവം നമ്മുടെ തച്ചനെ കണ്ടു. പിശാചേ കയ്യിലെ മാംസകഷ്ണം തച്ചന് നേരെ നീട്ടി. കയ്യിൽ ബാക്കി വന്ന മാംസകഷ്ണം തച്ചനോട് കഴിക്കാൻ പിശാച് ആവശ്യപ്പെട്ടു. നീ ഇത് കഴിക്കണമെന്നും കഴിച്ച വിവരം പുറത്താരോടും പറയരുതെന്നും പിശാച് തച്ചനോട് ആവശ്യപ്പെട്ടു. അഥവാ നീ ഇത് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ നീ ഒരു നികൃഷ്ട പക്ഷിയായി തീരുമെന്ന് പിശാച് തച്ചനോട് പറഞ്ഞു. വേണ്ടായെന്ന് തച്ചൻ പറഞ്ഞെങ്കിലും പിശാചുക്കൾ അതിന് കൂട്ടാക്കിയില്ല. പിശാചുക്കളുടെ ഭീഷണി ഭയന്ന് പാവം തച്ചനോ കഴിക്കേണ്ടി വന്നു. പിശാചുക്കൾ വീണ്ടും ഓർമ്മപ്പെടുത്തി പുറത്ത് ആരോടും പറഞ്ഞ നികൃഷ്ട പക്ഷിയായി തീരുമെന്ന്. തച്ചൻ പേടിച്ച് ജീവനും കൊണ്ട് ഓടി. തച്ചൻ അങ്ങനെ വീട്ടിലെത്തി. തച്ചൻ്റെ പെണ്ണ് ചീരു വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തച്ചൻ്റെ മുഖം കണ്ടപ്പോൾ ചീരുവിന് എന്തോ ഒരു പന്തികേട് തോന്നി. എന്താ പറ? തച്ചൻ പേടിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. എന്നാ നിങ്ങൾ പറയണ്ട. തച്ചനെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുണ്ടായില്ല. ചീരിപ്പെണ്ണ് കാര്യം അറിയാൻ തച്ചനെ വീണ്ടും നിർബന്ധിച്ചു. എന്തുണ്ടായെന്ന് പറ. നിർബന്ധത്തിന് വഴി തച്ചന് ഉണ്ടായ കഥ പറയേണ്ടി വന്നു.
അപ്പോഴാണ് പെട്ടെന്ന് അങ്ങനെയാണ് മക്കളെ ഒരു തച്ചൻ കോഴിയായത്. ആ, ഇനി പോയി കിടന്നേ. ദൈവമേ, ഇവിടെ ആർക്കൊന്നും വരുത്തല്ലേ.